ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഉള്ളത് കോഴിക്കോടാണ്. നമ്മളിപ്പോൾ കോഴിക്കോട് ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പെട്ടെന്ന് ഇങ്ങനെ ഒരു പ്ലാൻ ഇല്ലാതെ വന്നതാ. നമ്മളിപ്പോൾ എന്താ സമയം 9 മണിയായി, 7 മണിക്ക് ഇറങ്ങണമെന്ന് വിചാരിച്ചത്. നമ്മൾ ചിക്കുൻ്റെ ഒരു ചെറിയൊരു കാര്യം പെൻഡിങ് ഉണ്ട് ഇവിടെ നമ്മുടെ പറശ്ശിനിക്കടവ് മുത്തപ്പൻ ടെമ്പിളിൽ. അങ്ങനെ നമ്മൾ പോയിട്ട് ചെറിയൊരു ചോറൂണ് നടത്താമെന്ന് വെച്ചിട്ടുള്ള രീതിയിൽ പോവാ. ഇവിടെ നമ്മുടെ ഫാമിലി ഫ്രണ്ടിന് ഒരു റിലേറ്റീവിനെ പോലെ ചേട്ടനും ചേച്ചിയുണ്ട് ഇവിടെ നമുക്ക്. അപ്പോൾ അവരുടെ വീട്ടിലാണ് നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്തത്. ചെറുതായിട്ടൊന്ന് കാണിച്ചു അവരൊന്ന് കാണിച്ചു. അവരുടെ മോൻ ദേവുട്ട ഹായ് പറ. ഹായ് ദേവുട്ട ഭയങ്കര ചിക്കുട്ട ഹായ് പറ. ഹായ് ചിക്കുട്ട ഇതന്നെ വയസ്സ്. ഇവരുടെ വീട്ടിലായിരുന്നു നമ്മളിന്ന് സ്റ്റേ. ഇന്നലെ രാത്രി നല്ല അടിപൊളി മന്തിയെല്ലാം ഉണ്ടാക്കി തന്നു നമുക്ക്. പിന്നെ ഇന്ന് രാവിലെ എന്തായിരുന്നു ചേച്ചി ഫുഡിന്റെ പേര്? കൊഴുക്കട്ട. ഇവിടുത്തെ സ്പെഷ്യൽ കൊഴുക്കട്ട അതൊക്കെ ഉണ്ടാക്കി കഴിച്ചു. കുഞ്ഞിപ്പത്തൽ. ചിക്കുട്ട ഹായ് പറ. അവിടെ അടിപൊളി നല്ല അടിപൊളി ഒരു പൂജ. ഈ കണ്ണനെ ഞാൻ നോട്ടിട്ടിട്ടില്ലേ, എന്തെങ്കിലും ഇതുപോലെ തരണം നമ്മുടെ വീട്ടിൽ. മിറർ സെൽഫി എടുക്കാനുള്ള വലിയ മിറർ ഇവിടെ ഇഷ്ടം പോലെ മിററുകളുണ്ട്. ഏത് റൂമത്തിൽ നോക്കിയിരുന്നാലും മിറർ. ഇപ്പം നിങ്ങൾ ഔട്ട്ഫിറ്റ് കാണാല്ലേ? ഈ ഔട്ട്ഫിറ്റ് തന്നെ കുറേ പ്രാവശ്യം കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ ചോറൂണൊക്കെ കുറച്ച് ട്രഡീഷണൽ ആയിക്കോട്ടെ എന്ന് വെച്ച് ഞാൻ ചേട്ടനുള്ളിൽ ഫ്രഷ് ആവുമായിരുന്നു. ഇതാണ് ഹൗസ് പ്ലാനിങ്. ആ ലൈറ്റ് ഒന്ന് ഇട്ടേക്ക്. അതാണ് സ്വിച്ച്. ഇപ്പം ഇങ്ങനെ ശരിക്കും കാണാമല്ലോ. ഇതിലൊരു ഭംഗി കണ്ടെങ്കിൽ ലൈറ്റ് ഇട്ടല്ലേ കാണാം. ശരി, അപ്പം നമുക്കപ്പോൾ ഇറങ്ങാല്ലേ? ടൈമായി. ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ പിഷാരടിക്കാവോ? ഇത് പിഷാരിക്കാവോ? ഉള്ളിൽ വീഡിയോ എടുക്കാൻ പറ്റില്ല ഉണ്ട്. അപ്പോൾ ഇവിടെ തന്നെ നിങ്ങളെ കാണിച്ചേക്കാം. ഇവിടെ ഉണ്ടോ? ചിക്കോട്ടെ സ്വന്തം നടക്കാറുണ്ട്. ചിക്കോട്ടെ ഇവിടെ നോക്ക്. ഞങ്ങള് പോകുന്ന വഴി മുഴുപ്പിലങ്ങാടി ബീച്ച്, ഡ്രൈവിൻ ബീച്ച് കണ്ടു. അപ്പം അവിടെ കയറാന്ന് വിചാരിച്ചു. ഉറങ്ങുന്ന ആളായിരുന്നു. ബീച്ചിൽ നിന്ന് കേട്ടപ്പോ ചാടി എനിക്ക്. ചിക്കുട്ട മുമ്പ് നോക്കപ്പോ മുമ്പില് മുമ്പ് കാണാൻ പോകും. ഉറങ്ങായിരുന്നു ആള്. എന്താ ചിക്കോ അവിടെ നോക്ക്. എണിച്ചു നോക്ക് ചിക്കോ. ചിക്ക് പൈസ ഉണ്ടോ? ഞാൻ പിന്നെ ബാഗില് ചിക്കുട്ടാ എണിച്ച് നിക്ക്. പറഞ്ഞു കൊടുക്ക്. എന്ത് ചിക്ക് ഒച്ചല്ലോ മുമ്പുണ്ട് ഡ്രൈവിൻ ബീച്ച്.
നമ്മൾ ടിക്കറ്റ് എടുക്കാൻ നിൽക്കുക. ഇതോ മുമ്പ് നോക്ക് ചിക്കുറ്റാ, മുമ്പ് ആൾക്കാരില്ല. ഇവിടെ വരുന്നില്ല. വിട്ടിട്ട് വന്നപ്പോ വന്നത് രാജ്യം വന്നു. ഐശു എടുത്തവനെ മേത്ത് മൊത്തം നണിയോ. സോ ഇതാണ് ഡ്രൈവ് ഇൻ ബീച്ച്. വണ്ടികളൊക്കെ കാണാം. അങ്ങനെ 1 മണിക്കല്ലേ, അല്ല 3 മണിക്കല്ലേ ഉള്ളു ഇനി ചോറുണ്ട്. അപ്പം നല്ല പോകാൻ പറ്റും. ഇനി ഇവിടെ കുറച്ച് ദൂരം, ഇനി ഇവിടെ നിന്ന് കുറച്ച് ദൂരം ഉണ്ട്. വന്നപ്പോൾ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ വാക്കിൻ ബീച്ച് ഡ്രൈവിന് ആക്കിയിട്ടുണ്ട്. വൈകുന്നേരമായിരുന്നു, ഈവനിങ് ടൈം വന്നാൽ നിങ്ങൾക്കൊരു എൻജോയ്മെൻറ്റ് ഇവിടെ കിട്ടുള്ളൂ. പക്ഷെ അടിപൊളിയാണ്, സംഭവം അടിപൊളിയാണ്. ഇപ്പോൾ പുതിയതായിട്ട് ഉണ്ടാക്കിയതായിരുന്നു. പിടിച്ചാ വിടണ്ട, ചൂണ്ടാ എവിടേക്ക്. ആ ഇരിക്കി ഇരിക്കി, സെറ്റ് ബാ 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 ബാ. ഫുള്ളുണ്ട്. സെറ്റ് ഇരിക്കി 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 ഇരിക്കി. അയ്യോ അയ്യോ. നമ്മൾ 3 എടുത്തപ്പോൾ ചിക്കൻ ഒന്ന് ഫ്രീ. എവിടെ പോയാലും ചിക്കൻ്റെ ഫാൻസ് ആണല്ലോ. നമ്മൾ പശ്ചിമിക്കട വെട്ടി ചിക്കൻ്റെ മുണ്ട് മേടിച്ചിട്ടുണ്ട്. ഇവൻ്റെ ചോറുകൊണ്ട് മുണ്ട് മുക്കാലായി അപ്പോൾ പുതിയത് മേടിച്ചു. കുറച്ച് കാലിൻ്റെ അടിയിലെ തൊട്ടി. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ.
ഒരു മിനിറ്റ് കട്ട കഴിച്ചു. നമ്മളങ്ങനെ മുത്തപ്പ പറശ്ശിനിക്കടവ് ചോറിന് നല്ല അടിപൊളിയായിട്ട് കഴിച്ചു. നമ്മുടെ കഴിഞ്ഞത് ക്ലോസ് ചെയ്തു. ഇപ്പോഴത്തെ ഉച്ചക്കത്തെ ടൈമിങ്സ് കഴിഞ്ഞു. കരയിട്ട് തന്നെ വേണ്ട മുണ്ടുവെക്ക്. ഇവിടുത്തെ മെയിൻ പ്രസാദം പയറും തേങ്ങ. ചിക്കൻ്റെ അടുത്ത് ഇങ്ങനത്തെ ആൽഫബറ്റ്സിൻ്റെ ബുക്ക് ഉണ്ട്. അപ്പോൾ അവൻ അത് കണ്ട് ആപ്പിൾ ബോൾ എന്നൊക്കെ പറയും. അങ്ങനത്തെ ബുക്സ് കണ്ടപ്പോൾ എല്ലാത്തിൻ്റെയും മേടിച്ചത്. അതാണ് ബേർഡ്സ്, ഫ്ലവേഴ്സ്, നമ്പേഴ്സ്, വെഹിക്കിൾസ്, പിന്നെ വെജിറ്റബിൾസ്. ചിക്കൻ പിടിച്ച 3 സ്റ്റോറി ബുക്സ് മേടിച്ചു. ചിക്കുന് അതെ എങ്ങനെ തലയാട്ട അത് കഴിഞ്ഞിട്ട് ഇവിടെ ഫുഡ് കഴിച്ചു. അത് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ഇരട്ടീന് മീൻ മേടിച്ചുകൊണ്ടിരിക്കുക. കുറച്ച് വില കുറവൊന്നും നല്ല മീനും കിട്ടുക. പിന്നെ കാടൻ മത്തി ഇതൊക്കെ മേടിച്ചു.